ഇന്ന് നമുക്ക് പയനീർ ബ്രാൻഡിൽ വരുന്ന രണ്ട് കുഞ്ഞ് ആംപ്ലിഫയറുകളെ പരിചയപ്പെടാം. അതിൽ വരുന്ന മോഡൽ എന്ന് പറയുന്നത് GM-DX104. ഇത് വരുന്നത് ഹൈറസ് ഓഡിയോ ടെക്നോളജിയോട് കൂടി വരുന്നതാണ്. ക്ലാസ് ടി ആംപ്ലിഫയറാണ്. ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 400 വാട്ട്സ് ആണ് മാക്സ്. അടുത്ത മോഡൽ GMD-1004. ഇതും ക്ലാസ് FD മോഡലാണ്, 400 വാട്ട്സ്. രണ്ടാണെന്നുണ്ടെങ്കിലും 4 ചാനലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ ആംപ്ലിഫയർ വരുന്നത്. കണ്ടില്ലേ, വളരെ ചെറിയ സൈസാണ്. നമുക്ക് വണ്ടിയിൽ ഡാഷ്ബോർഡിൽ അതേപോലെ സ്ക്രീനിൻ്റെ ബാക്ക് സൈഡിൽ എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും. കാരണം അത്രയും ചെറിയൊരു സൈസാണ്. കണ്ടില്ലേ. പിന്നെ നമുക്ക് RCA ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, ഇനി നമുക്ക് സ്പീക്കേഴ്സിൻ്റെ ഇൻപുട്ടാണ് കൊടുക്കേണ്ടത് എങ്കിൽ അതിനും സ്പെഷ്യൽ ലൈൻ വന്നിട്ടുണ്ട്. സ്പീക്കേഴ്സിൻ്റെ അത് കൊടുക്കാൻ പറ്റും. പിന്നെ പവർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കേബിൾ തന്നെ ഇതിൽ വരുന്നുണ്ട്. രണ്ട് മോഡലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെയാണ് കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടില്ലേ. പിന്നെ ഇതിലെല്ലാ കൺട്രോളും ഉണ്ട്. നോർമൽ നമ്മൾ ആംപ്ലിഫയറിൽ വരുന്നത് പോലെ തന്നെ ഗെയിൻ കൺട്രോള്, അതേപോലെ ഫിൽറ്റർ കാര്യങ്ങൾ, ഫ്രീക്വൻസി സെറ്റിങ്സ്. കണ്ടില്ലേ. ഇത് നമുക്ക് നോർമൽ എന്താ പറയുക സ്റ്റോക്ക് സ്പീക്കേഴ്സുകൾ വണ്ടിയിലുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് സൗണ്ട് ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ ആംപ്ലിഫയറുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ വരുന്നത് പെർ ചാനൽ 45 വാട്ട്സ് ആണ്. ഇതേപോലുള്ള JBLൻ്റെതൊക്കെ കണ്ടില്ലേ, 45 വാട്ട്സ് ആണ് വരുന്നത്. ഇതേപോലുള്ള സ്പീക്കറുകൾ അതേപോലെ സോണീൻ്റെ 45 വാട്ട്സ് സ്പീക്കേഴ്സ്, അങ്ങനെ ഏത് സ്പീക്കേഴ്സിനും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും.